നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ തിരക്കുകൾക്കിടയില് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് നിന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടോ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം എന്ന്? നമ്മൾ ഓടുന്നു, എന്തൊക്കെയോ നേടുന്നു, ആഘോഷിക്കുന്നു. പക്ഷെ പലപ്പോഴും ഒരു ദിവസത്തിന്റെ അവസാനം ഈ ബഹളങ്ങളെല്ലാം അടങ്ങുമ്പോ ഉള്ളിന്റെ ഉള്ളില് ഒരു തരം ശൂന്യത, ഒരു ഭാരം പോലെ തോന്നാറില്ലേ? എന്തുകൊണ്ടാണത്? ഇന്ന് നമ്മൾ വളരെ ആഴത്തിലുള്ളൊരു യാത്ര പോവാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന, നമ്മളെപ്പോലെ അറിയാതെ നിയന്ത്രിക്കുന്ന 4 അടിസ്ഥാന ആഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ. നമുക്ക് ഏറ്റവും ലളിതമായ, എന്നാൽ ഒരുപക്ഷേ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ഈ ഒരൊറ്റ ചോദ്യം മതി നമ്മുടെ ഉള്ളിലെ പല ധാരണകളെയും ഒന്നിളക്കി മറിക്കാൻ. ഒരു നിമിഷം കണ്ണുകളടച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. പണമാണോ? പ്രശസ്തിയാണോ? അതോ സ്നേഹമാണോ? ഇതിനെല്ലാം അപ്പുറം നമ്മൾ പോലും തിരിച്ചറിയാത്ത മറ്റെന്തെങ്കിലും ഒന്നിനു വേണ്ടിയാണ് നമ്മൾ ഈ ഓടുന്നത്? ഈ ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം കിട്ടാത്തതുകൊണ്ടാവാം പ്രശസ്തനായ ചിന്തകൻ തോറോ പറഞ്ഞതുപോലെ, നമ്മളിൽ പലരും ഒരുതരം നിശബ്ദമായ നിരാശയിലാണ് ജീവിക്കുന്നത്. പുറമേക്ക് നോക്കിയാൽ എല്ലാം അടിപൊളിയായിരിക്കും. നല്ല ജോലി, സ്നേഹമുള്ള കുടുംബം, എല്ലാ സൗകര്യങ്ങളും. പക്ഷേ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ, എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒരു പൂർണ്ണതയില്ലാത്തതുപോലെ ഒരു തോന്നല്. നിങ്ങൾക്കെപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നേടിയ വിജയങ്ങൾക്കിടയിലും എന്തോ ഒന്ന് ഇനിയും ബാക്കിയുണ്ടെന്നൊരു തോന്നൽ. ഇനി നമുക്കിതിന്റെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകാം. നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ 3 അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ്. ഞാൻ ആരാണ്? ഈ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത്? നമ്മുടെ ഓരോ തീരുമാനങ്ങളും ഓരോ പ്രവൃത്തികളും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികളും എല്ലാം ഈ ചോദ്യങ്ങൾക്കുള്ള നമ്മുടെ ഉള്ളിലെ ഉത്തരങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നമ്മളെല്ലാവരും പലതിന്റെയും പിന്നാലെ പായുകയാണ്. ചിലർ പണത്തിനു പിന്നാലെ, ചിലർ അറിവിനു പിന്നാലെ, മറ്റു ചിലർ ബന്ധങ്ങൾക്ക് പിന്നാലെ. നമ്മുടെ ഈ ഓട്ടം ശരിക്കും പറഞ്ഞാൽ ഉള്ളിലെ ആ ശൂന്യത നികത്താനുള്ള ഒരു ശ്രമമാണ്. നമ്മൾ തേടുന്നതെന്തോ അത് ഈ പുറം ലോകത്ത് എവിടെയോ ഉണ്ടെന്നും അത് നേടിയാൽ നമ്മൾ പൂർണ്ണരാകുമെന്നും നമ്മൾ എങ്ങനെയോ വിശ്വസിച്ചു പോകുന്നു. പുരാതന ഭാരതീയ തത്വചിന്തയനുസരിച്ച് മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും പുരുഷാർത്ഥങ്ങൾ എന്ന പേരിൽ ഈ 4 വിഭാഗങ്ങളായി തിരിക്കാൻ പറ്റും. സുരക്ഷ അഥവാ അർത്ഥ, സുഖം അഥവാ കാമം, ധർമ്മം, പിന്നെ സ്വാതന്ത്ര്യം അഥവാ മോക്ഷം. ഇത് നമ്മുടെ ജീവിതയാത്രയുടെ ഒരു മാപ്പ് പോലെയാണ്. നമ്മുടെ ഓരോ ആഗ്രഹവും അതെത്ര ചെറുതായാലും വലുതായാലും ഈ 4-ൽ പെടും. നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. അപ്പൊ ആദ്യത്തേത് അർത്ഥം അല്ലെങ്കിൽ സുരക്ഷ. ഇത് നമ്മുടെയെല്ലാം ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ്, അല്ലേ? ഈ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഒരു സുരക്ഷിതത്വം കണ്ടെത്താനുള്ള ഒരു ശ്രമം. നല്ല ഭക്ഷണം, വസ്ത്രം, താമസിക്കാനൊരിടം, ആരോഗ്യം, സാമ്പത്തിക ഭദ്രത, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഈ സുരക്ഷിതത്വം നമ്മളെ പല പേടികളിൽ നിന്നും മോചിപ്പിക്കും, ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി തരും. നമ്മുടെ യാത്രയുടെ ഏറ്റവും ഉറപ്പുള്ള അടിത്തറയാണിത്. അടിസ്ഥാനപരമായ സുരക്ഷയ്ക്ക് ഉറപ്പാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ശ്രദ്ധ സ്വാഭാവികമായും സുഖത്തിലേക്കാണ്. അതാണ് കാമം. ഇത് വെറും ശാരീരിക സുഖം മാത്രമല്ല കേട്ടോ. നമ്മുടെ കണ്ണിനും കാതിനും മനസ്സിനും സന്തോഷം തരുന്ന എന്തും ഇതിൽ വരും. ഒരു നല്ല സിനിമ കാണുന്നത്, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നത്, യാത്രകൾ പോകുന്നത്, രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ ജീവിതത്തിന് നിറങ്ങൾ നൽകുന്ന, അതിനെ ആസ്വദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഊർജ്ജമാണ്. സുരക്ഷയും സുഖമൊക്കെ ജീവിതത്തിൽ ഒരു പരിധിവരെ നമുക്ക് സംതൃപ്തി തരും. പക്ഷേ പലപ്പോഴും നമുക്ക് അതിനപ്പുറം എന്തോന്ന് വേണമെന്ന് തോന്നും. അവിടെയാണ് ധർമ്മം വരുന്നത്. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധവും അർത്ഥവും നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം. മറ്റൊരാളെ സഹായിക്കുന്നത്, സത്യസന്ധമായി ജീവിക്കുന്നത്, നമ്മുടെ കടമകൾ ശരിയായി ചെയ്യുന്നത്, ഇതെല്ലാം ധർമ്മത്തിന്റെ ഭാഗമാണ്. ഇത് നമുക്ക് ആഴത്തിലുള്ളൊരു സംതൃപ്തി തരും. നമ്മുടെ ജീവിതം വെറുതെ ആയില്ല എന്നൊരു ബോധ്യം നൽകും. അപ്പോ നമ്മൾ ഈ 3 കാര്യങ്ങൾക്കും വേണ്ടി നന്നായി കഷ്ടപ്പെടുന്നു. സുരക്ഷിതമായ ഒരു ജീവിതമുണ്ടാക്കുന്നു, അതിൽ സുഖങ്ങൾ നിറയ്ക്കാൻ ശ്രമിക്കുന്നു, അർത്ഥവത്തായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഇത്രയൊക്കെ നേടിയിട്ടും എന്തുകൊണ്ടാണ് ആ പൂർണ്ണതയുടെ അനുഭവം, ആ ഒരു ശാശ്വതമായ സന്തോഷം നമ്മളിൽ നിന്നിങ്ങനെ അകന്നു നിൽക്കുന്നത്? നേടിയതെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ അതിന്റെ തിളക്കം നഷ്ടപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതിന്റെ കാരണം വളരെ മനോഹരമായി ഈ ഉപമയില് പറയുന്നുണ്ട്. നമ്മൾ മരുഭൂമിയില് വെള്ളം തേടി മരീചികയ്ക്ക് പിന്നാലെ ഓടുന്നൊരു യാത്രക്കാരനെ പോലെയാണ്. ദൂരെ കാണുന്ന വസ്തുക്കളില് സന്തോഷമെന്ന ജലമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അടുത്തു ചെല്ലുമ്പോഴോ അവിടെ ഒന്നുമില്ല. വീണ്ടും അടുത്ത മരീചികയ്ക്ക് പിന്നാലെ ഓട്ടം തുടരുന്നു.
നമ്മുടെ ആത്മാവിന്റെ ദാഹം ശമിപ്പിക്കാൻ ഈ പുറത്തുള്ള വസ്തുക്കൾക്കൊന്നും കഴിയില്ല എന്നൊരു വലിയ സൂചനയാണിത്. ഈ വാദത്തിന് വളരെ ലളിതമായ 2 തെളിവുകളുണ്ട്. ശരിക്കും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒന്ന്, ഒരേ സാധനം എല്ലാവർക്കും ഒരുപോലെ സന്തോഷം തരില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. 2, ഒരേ സാധനം നമുക്ക് തന്നെ എപ്പോഴും സന്തോഷം തരില്ല. ഇന്ന് ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം ഒരുപക്ഷെ ഒരു 100ാമത്തെ ഐസ്ക്രീം കഴിക്കുമ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, സന്തോഷം ആ വസ്തുവിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാവർക്കും ഇപ്പോഴും ഒരേപോലെ അനുഭവപ്പെടേണ്ടതല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് ഒരു പുതിയ ഫോൺ കിട്ടുമ്പോൾ ആ ഫോണാണ് നമുക്ക് സന്തോഷം തരുന്നതെന്നാണ്. പക്ഷേ വലതുവശത്ത് കാണുന്നതാണ് സത്യം. നമുക്കൊരു വസ്തുവിനോട് തീവ്രമായ ആഗ്രഹമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് അശാന്തമാകും. അത് കിട്ടുന്നതുവരെ ഒരു സമാധാനവുമുണ്ടാകില്ല. എന്നാൽ ആ വസ്തു കയ്യിൽ കിട്ടുന്ന നിമിഷം ആ ആഗ്രഹം താൽക്കാലികമായി അങ്ങില്ലാതാവുന്നു. ആ ഒരു അശാന്തമായ അവസ്ഥ മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായി തന്നെയുള്ള സന്തോഷം വെളിപ്പെടുന്നു. അത്രയുള്ളൂ കാര്യം. ഇത് മനസ്സിലാക്കാൻ വളരെ നല്ലൊരു ഉദാഹരണമാണിത്. നമ്മുടെ ഷൂസിന്റെ ഉള്ളില് ഒരു ചെറിയ കല്ല് കയറിയെന്ന് വെക്കുക. നടക്കാൻ എന്തു ബുദ്ധിമുട്ടായിരിക്കും. ഓരോ ചുവടും വേദനയായിരിക്കും. ആ കല്ലെടുത്ത് മാറ്റുമ്പോൾ കിട്ടുന്ന ആശ്വാസം, അതെത്ര വലുതാണ്! ആ ആശ്വാസം നമുക്ക് തന്നത് നമ്മൾ നിൽക്കുന്ന നിലമാണോ? അല്ല, ആ കല്ല്, ആ ഒരു അസ്വസ്ഥത ഇല്ലാതായതാണ്. അതുപോലെയാണ് ആഗ്രഹങ്ങളാകുന്ന അസ്വസ്ഥതകൾ താൽക്കാലികമായി ഇല്ലാതാകുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സന്തോഷം പ്രകടമാകുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാം. നമ്മൾ തേടുന്ന സന്തോഷം ഒരു വസ്തുവിലുമില്ല. അത് പണത്തിലോ പ്രശസ്തിയിലോ ബന്ധങ്ങളിലോ നേട്ടങ്ങളിലോ ഒന്നിലുമല്ല സ്ഥിതി ചെയ്യുന്നത്. ഒരുപക്ഷേ ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതാണ്. അപ്പോൾ പിന്നെ ഈ സന്തോഷം എവിടെയാണ്? അത് മറ്റെവിടെയുമല്ല, അത് നമ്മളിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ സന്തോഷം എന്നത് നമ്മൾ നേടേണ്ട ഒരു കാര്യമല്ല, അത് നമ്മുടെ യഥാർത്ഥ സ്വഭാവമാണ്. നമ്മൾ സന്തോഷം ആണ്, നമുക്ക് സന്തോഷം ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. ആകാശത്ത് സൂര്യൻ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ കറുത്ത മേഘങ്ങൾ വന്ന് അതിനെ മറയ്ക്കാം. അപ്പോൾ നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ല. അതിനർത്ഥം സൂര്യൻ അവിടെ ഇല്ല എന്നാണോ? അല്ലല്ലോ. മേഘങ്ങൾ മാറുമ്പോ സൂര്യൻ വീണ്ടും അതേ പ്രകാശത്തോടെ അവിടെ തന്നെ ഉണ്ടാകും. അതുപോലെ നമ്മുടെ യഥാർത്ഥ സ്വഭാവം എപ്പോഴും സന്തോഷമാണ്. ആഗ്രഹങ്ങളും ഭയങ്ങളും ആശങ്കകളുമാകുന്ന മേഘങ്ങൾ നമ്മുടെ മനസ്സിനെ മൂടുമ്പോ ആ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു. അത്രമാത്രം. ഇതൊരു വെറും തത്വചിന്തയല്ല, നമ്മുടെ എല്ലാം അനുഭവമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു വലിയ ജോലി തീർത്തതിനു ശേഷം ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ നല്ല ആഴത്തിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു ഫ്രഷ്നെസ്, ചിന്തകളൊന്നുമില്ലാതെ മനസ്സ് ശാന്തമാകുമ്പോൾ. ഈ നിമിഷങ്ങളിലെല്ലാം നമ്മൾ അനുഭവിക്കുന്നത് പുറത്തുനിന്ന് വന്ന ഒന്നല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ സ്വാഭാവികമായ ശാന്തിയും സന്തോഷവുമാണ്. ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ മനുഷ്യന്റെ 4ാമത്തെയും അവസാനത്തെയും ലക്ഷ്യത്തിലേക്കെത്തുന്നത്, മോക്ഷം അഥവാ പൂർണ്ണമായ സ്വാതന്ത്ര്യം. ഇത് മറ്റ് 3 ലക്ഷ്യങ്ങളുടെയും സ്വാഭാവികമായൊരു പരിണാമമാണ്, നമ്മുടെ യാത്രയുടെ ഒരു പൂർത്തീകരണമാണ്. മോക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നല്ല അർത്ഥം. മറിച്ച് നമ്മുടെ സന്തോഷത്തിനു വേണ്ടി പുറത്തുള്ള ഒന്നിനെയും, ഒരു വസ്തുവിനെയും ഒരു വ്യക്തിയെയും ഒരു സാഹചര്യത്തെയും ആശ്രയിക്കാതിരിക്കാനുള്ള ആന്തരികമായ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കൺട്രോള് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥ. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദാഹം സത്യത്തിൽ നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. കൂട്ടിൽ ജനിച്ചു വീണ ഒരു പക്ഷിക്ക് പറക്കണമെന്ന ആഗ്രഹം സ്വാഭാവികമായി ഉണ്ടാകുന്നതുപോലെ ഈ പരിമിതികളുടെ കൂട്ടിൽ ജീവിക്കുന്ന നമുക്കും ആ അപരിമിതമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരു ഉൾവിളി എപ്പോഴുമുണ്ടാകും. നമ്മളതിനെ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നു മാത്രം. നമ്മളെങ്ങനെയാണ് ഇതിൽ ബന്ധനത്തിലാകുന്നത് എന്ന് നോക്കൂ. 2 രീതിയിലാണ്. ഒന്ന്, നമുക്കൊരു വസ്തു ഇല്ലാത്തപ്പോൾ അത് വേണം വേണം എന്നുള്ള ആഗ്രഹം നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തേത്, ആ വസ്തു നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴോ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി നമ്മളെ വേട്ടയാടാൻ തുടങ്ങും. അതിനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രത നമ്മുടെ സമാധാനം കെടുത്തും. ചുരുക്കത്തിൽ 2 രീതിയിലും നമ്മൾ അടിമകളാണ്. അപ്പോഴെന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? പുറത്തുള്ള വസ്തുക്കൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മുടെ ഉള്ളിലെ സമാധാനത്തെയും സന്തോഷത്തെയും അത് ബാധിക്കാതിരിക്കുന്നൊരവസ്ഥ.
ആ ഒരു മാനസികമായ കരുത്തും പക്വതയുമാണ് യഥാർത്ഥ മോക്ഷം. നമ്മുടെ ഈ യാത്രയെ ഏറ്റവും മനോഹരമായി ഉപമിക്കുന്ന ഒരു വാക്യമാണിത്. കഴുത്തിൽ തന്നെ കിടക്കുന്ന മാല കാണാതെ അത് നഷ്ടപ്പെട്ടുപോയെന്ന് കരുതി ലോകം മുഴുവൻ അന്വേഷിച്ചു നടക്കുന്ന ഒരാളെപ്പോലെയാണ് നമ്മൾ. നമ്മൾ തേടുന്ന സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവുമെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നമ്മുടെ സ്വഭാവമാണ്. പക്ഷേ നമ്മളത് തിരിച്ചറിയാതെ പുറം ലോകത്ത് അന്വേഷിച്ചു തളരുന്നു. അവസാനമായി ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. എനിക്കെന്തോ കുറവുണ്ട്, എനിക്കെന്തൊക്കെയോ നേടാനുണ്ട് എന്ന ചിന്തയിൽ നിന്നല്ലാതെ ഞാൻ പൂർണ്ണനാണ്, ഞാൻ സന്തോഷമാണ് എന്ന ബോധ്യത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും ഈ ലോകത്തെയും സമീപിച്ചാൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും എന്ത് മാറ്റമായിരിക്കും സംഭവിക്കുക? ആ പൂർണ്ണതയിൽ നിന്ന് ജീവിക്കുന്ന ഒരു ജീവിതം അതെങ്ങനെയായിരിക്കും?